ഇന്ന് ഞാൻ ചെറുപയർ പരിപ്പാണ് വെക്കുന്നത്. നമ്മൾ സദ്യയിലൊക്കെ ആദ്യത്തെ ഒഴിച്ചുകറിയാണ് ചെറുപയർ പരിപ്പ്. ഞങ്ങളുടെ പത്തനംതിട്ട സൈഡിലൊക്കെ ചെറുപയർ കൊണ്ടുള്ള പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പയർ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, റോസ്റ്റ് ചെയ്ത്. അത് മിക്സിയുടെ ജാറിലോട്ടുണ്ടെന്ന് ചതച്ചെടുത്തു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കഴുകി അതിനകത്ത് ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പിനുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാവേ. ഒന്നാമത് ചെറിയ ഉള്ളി, ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ചെറുപയർ വേവിക്കാൻ വെക്കുവാണേ. അതിനുശേഷം ചിരകിയ തേങ്ങ, ജീരകം, മഞ്ഞൾ, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും ഞാൻ അരപ്പിന് വേണ്ടി എടുത്തിട്ടുണ്ട്. സൈഡിൽ ഞാൻ ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു വറ്റൽമുളകും കൂടെ കടുക് വറക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെറുപയർ വേവിക്കാൻ വെച്ചില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഉടച്ചെടുക്കണേ. അതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പ് അരയ്ക്കാൻ പോവാണേ. തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണേ. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വേവിച്ച പയറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. അതിനുശേഷം കടുക് വറുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.